ഇന്ന് നേരം നമ്മൾ അടിപൊളിയായിട്ടൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല നാടൻ പച്ചത്തക്കാളിക്ക കൊണ്ടുള്ളൊരു ഒഴിച്ചുകറി ഉണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പച്ചത്തക്കാളിക്ക, നമ്മുടെ കൃഷിത്തോട്ടത്തിലുണ്ടായ നല്ല അടിപൊളി പച്ചത്തക്കാളിക്ക. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്, ഒരു മഞ്ഞ ക്യാപ്സിക്കം, പച്ചയിലോട്ട് ഒരു മഞ്ഞയും കൊണ്ടിരുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസുള്ള സവാള നമ്മൾ ഇത്രയും എടുത്ത് കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് കഴുകിയാൻ വേണ്ടി എടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഒഴിച്ചുകറി കൊണ്ട് റെഡിയാക്കി കൊണ്ട് എടുക്കാം. അന്നേരം തക്കാളിക്ക, സവാള, ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അന്നേരം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ, 2 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരൽപ്പം മഞ്ഞപ്പൊടി, അല്പം ജീരകം, പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിന്ന് അരച്ചുകൊണ്ടെടുക്കാം. വേറെ തക്കാളിക്കറി വെക്കാനായിട്ട് നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ട് അതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിക്കാം. അങ്ങനെ കടുകെല്ലാം പൊട്ടി വന്നിട്ട് അതിലേക്ക് അല്പം സവാള കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. ചെറിയുള്ളിയാണ് ഇടുന്നത്. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സവാള എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഇളക്കിയുണ്ട്. അല്പം കറിവേപ്പില അവസാനം ചേർക്കേണ്ടതാണ്, നമ്മൾ ആദ്യം ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടെ നമുക്ക് കൊടുക്കാം. അതൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം. അന്നേരം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, തക്കാളിക്ക എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഇളക്കിയാണ്. ഇതിൻ്റെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ എടുത്ത് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഇത് നമുക്ക് നല്ലപോലെ വേവിച്ച് കൊടുക്കും. നമുക്കിത് അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് വേവിക്കാം. ഇനി നമ്മൾ വേഗം വെച്ച തക്കാളി ഒന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ വെന്തങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയോടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജാറൂടെ കഴിയ വെള്ളം കൂടെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലൊരു ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് നേരം അങ്ങോട്ട് വേവിച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ തേങ്ങയും എല്ലാം നല്ലപോലെ വെന്ത് കുറുകി എല്ലാം സെറ്റാവും. ഇനി അടച്ചങ്ങോട്ട് വെക്കാം. അന്നേരം നമ്മുടെ കറി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് തുറന്നങ്ങോട്ട് നോക്കാം. കറിയെല്ലാം നല്ലപോലെ തിളച്ച് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല തക്കാളിക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്ത് കുറുകി സെറ്റായിട്ടുണ്ട്. ഇനി തീയൊക്കെ കൊണ്ട് ഓഫ് ചെയ്യണം. തീയൊക്കെ കൊണ്ട് ഓഫ് ചെയ്തിട്ട് ആ ചട്ടിയുടെയൊക്കെ ചൂടത്ത് ഒന്നുകൂടെ ഒന്ന് ഇത് കുറുകിയെ കൊണ്ട് വരും. കുറുകിയെ കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് ഇരിക്കും. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഉപ്പ്, പുളി, പച്ചത്തക്കാളിക്കായുണ്ട്, പുളിയുണ്ട്, അതുപോലെ തന്നെ എരിയെല്ലാം പാകത്തിനാണ്. ഇനി നമുക്കിതങ്ങോട്ട് അടച്ചങ്ങോട്ട് വേണം. അടച്ച് വെച്ചിട്ട് ചട്ടിയൊക്കെ ഒന്ന് തണുത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകിയാണ് വേണ്ടത്.